നേർവീഥി. 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 ഇവാഞ്ചലിസ്റ്റ് കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. യെശയ്യാപ്രവചനം 42 അധ്യായം ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ, എൻ്റെ ഉള്ളം പ്രസാദിക്കുന്ന എൻ്റെ വൃതൻ. ഞാൻ എൻ്റെ ആത്മാവിനെ അവൻ്റെ മേൽ വച്ചിരിക്കുന്നു. അവൻ ജാതികളോട് ന്യായം പ്രസ്താവിക്കും. അവൻ നിലവിളിക്കുകയില്ല, ഒച്ചയുണ്ടാക്കുകയില്ല. തെരുക്ക് വീതിയിൽ തൻ്റെ ശബ്ദം കേൾപ്പിക്കുകയുമില്ല. ചതഞ്ഞ ഓട അവൻ ഒടിച്ചു കളകയില്ല. പുകയുന്ന തിരി കെടുത്തു കളകയില്ല. അവൻ സത്യത്തോടെ ന്യായം പ്രസ്താവിക്കും. ഭൂമിയിൽ ന്യായം സ്ഥാപിക്കും വരെ അവൻ തളരുകയില്ല, അധൈര്യപ്പെടുകയുമില്ല. അവൻ്റെ ഉപദേശത്തിനായി ദ്വീപുകൾ കാത്തിരിക്കുന്നു. ആകാശത്തെ സൃഷ്ടിച്ചു വിരിക്കുകയും ഭൂമിയെ അതിലെ ഉൽപ്പന്നങ്ങളെ പരത്തുകയും അതിലെ ജനത്തിന് ശ്വാസത്തെയും അതിൽ നടക്കുന്നവർക്ക് പ്രാണനെയും കൊടുക്കുകയും ചെയ്ത യഹോവയായ ദൈവം ഇപ്രകാരം അരുളിച്ചെയ്യുന്നു. കുരുട്ട് കണ്ണുകളെ തുറപ്പാനും ബദ്ധന്മാരെ കുണ്ട്രയിൽ നിന്ന് അന്ധകാരത്തിൽ ഇരിക്കുന്നവരെ കാരാഗൃഹത്തിൽ നിന്ന് വിടുവിപ്പാനും യഹോവയായ ഞാൻ നിന്നെ നീതിയോടെ വിളിച്ചിരിക്കുന്നു. ഞാൻ നിന്റെ കൈപിടിച്ച് നിന്നെ കാക്കും. നിന്നെ ജനത്തിന്റെ നിയമവും ജാതികളുടെ പ്രകാശവുമാക്കും. ഞാൻ യഹോവ, അതുതന്നെ എൻ്റെ നാമം. ഞാൻ എൻ്റെ മഹത്വം മറ്റൊരുത്തിനും എൻ്റെ സ്തുതി വിഗ്രഹങ്ങൾക്കും വിട്ടുകൊടുക്കുകയില്ല. പണ്ട് പ്രസ്താവിച്ചത് ഇതാ സംഭവിച്ചിരിക്കുന്നു. ഞാൻ പുതിയത് അറിയിക്കുന്നു. അത് ഉത്ഭവിക്കും മുൻപേ ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നു. സമുദ്രത്തിൽ സഞ്ചരിക്കുന്നവരും അതിലുള്ള സകലവും ദ്വീപുകളും അവയിലെ നിവാസികളും ആയുള്ളവരെ, യഹോവയ്ക്കൊരു പുതിയ പാട്ടും ഭൂമിയുടെ അറ്റത്തുനിന്ന് അവന് സ്തുതിയും പാടുവീൻ. മരുഭൂമിയും അതിലെ പട്ടണങ്ങളും കേദാർ പാർക്കുന്ന ഗ്രാമങ്ങളും ശബ്ദമുയർത്തട്ടെ. ശൈലനിവാസികൾ ഘോഷിച്ച് ഉല്ലസിക്കുകയും മലമുകളിൽ നിന്ന് ആർക്കുകയും ചെയ്യട്ടെ. അവർ യഹോവയ്ക്ക് മഹത്വം കൊടുത്ത് അവന്റെ സ്തുതിയെ ദ്വീപുകളിൽ പ്രസ്താവിക്കട്ടെ. യഹോവ ഒരു വീരനെ പോലെ പുറപ്പെടും, ഒരു യോദ്ധാവിനെ പോലെ തീഷ്ണതയെ ജ്വലിപ്പിക്കും. അവൻ ആർത്തു വിളിക്കും, അവൻ ഉച്ചത്തിൽ ആർക്കും. തന്റെ ശത്രുക്കളോട് വീര്യം പ്രവർത്തിക്കും. ഞാൻ ബഹുകാലം മിണ്ടാതിരുന്നു, ഞാൻ മൗനമായി അടങ്ങിപ്പാർത്തിരുന്നു. ഇപ്പോൾ നോവ് കിട്ടിയ സ്ത്രീയെപ്പോലെ ഞാൻ ഞരങ്ങി നെടുവീർപ്പിട്ട് കിതയ്ക്കും. ഞാൻ മലകളെയും കുന്നുകളെയും ശൂന്യമാക്കി അവയുടെ സസ്യങ്ങളെയെല്ലാം ഉണക്കിക്കളയും. ഞാൻ നദികളെ ദ്വീപുകളാക്കും, പൊയ്കകളെ വറ്റിച്ചു കളയും. ഞാൻ കുരുടന്മാരെ അവർ അറിയാത്ത വഴിയിൽ നടത്തും, അവർ അറിയാത്ത പാതകളിൽ അവരെ സഞ്ചരിക്കുമാറാക്കും. ഞാൻ അവരുടെ മുമ്പിൽ ഇരുട്ടിനെ വെളിച്ചവും ദുർഘടങ്ങളെ സമഭൂമിയുമാക്കും. ഞാൻ ഈ വചനങ്ങളെ വിട്ടുകളയാതെ നിവർത്തിക്കും. വിഗ്രഹങ്ങളിൽ ആശ്രയിച്ച് ബിംബങ്ങളോട് നിങ്ങൾ ഞങ്ങളുടെ ദേവന്മാരെന്ന് പറയുന്നവർ പിന്തിരിഞ്ഞ് ഏറ്റവും ലജ്ജിച്ചു പോകും. ചെകിടന്മാരെ കേൾപ്പീൻ, കുരുടന്മാരെ നോക്കിക്കാൺമീൻ. എൻ്റെ ദാസനല്ലാതെ കുരുടനാർ, ഞാൻ അയക്കുന്ന ദൂതനെ പോലെ ചെകിടനാർ, എൻ്റെ പ്രിയനെ പോലെ കുരുടനും യഹോവയുടെ ദാസനെ പോലെ അന്ധനുമായവൻ ആർ. യെശയ്യാപ്രവചനം 42 അധ്യായത്തിലെ ആദ്യ വാക്യങ്ങൾ നമ്മുടെ കർത്താവായ യേശുവിനെ കുറിച്ചുള്ള പ്രവചനം ആയിരുന്നുവെന്ന് മത്തായി തന്റെ സുവിശേഷം 12 അധ്യായം 18 മുതലുള്ള വാക്യങ്ങൾ എഴുതിയിട്ടുണ്ട്. യേശു രോഗികളെ സൗഖ്യമാക്കെങ്കിലും അത് പരസ്യമാക്കുന്നതിനെ വിലക്കിയത് സംബന്ധിച്ചാണ് മത്തായി സുവിശേഷം 12 അധ്യായത്തിന്റെ 18 വാക്യത്തിൽ അത് എഴുതിയിട്ടുള്ളത്. ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാൽ. ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ, എൻ്റെ ഉള്ളം പ്രസാദിക്കുന്ന എൻ്റെ വൃതൻ. ഞാൻ എൻ്റെ ആത്മാവിനെ അവൻ്റെ മേൽ വയ്ക്കും. അവൻ ജാതികൾക്ക് ന്യായവിധി അറിയിക്കും. അവൻ കലഹിക്കുകയില്ല, നിലവിളിക്കുകയില്ല. ആരും തെരുക്കളിൽ അവൻ്റെ ശബ്ദം കേൾക്കുകയുമില്ല. ചതഞ്ഞ ഓട് അവൻ ഒടിച്ചു കളകയില്ല, പുകയുന്ന തിരി കെടുത്തു കളകയില്ല. അവൻ ന്യായവിധി ജയത്തോളം നടത്തും. അവൻ്റെ നാമത്തിൽ ജാതികൾ പ്രത്യാശ വയ്ക്കും എന്നിങ്ങനെ യെശയ്യാപ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവൃത്തിയാകുവാൻ സംഗതി വന്നു. കാരണം സൗഖ്യം ലഭിച്ച ആളുകളോട് യേശു പറയുകയാണ്, ഞാൻ സൗഖ്യമാക്കി എന്നുള്ളത് നിങ്ങൾ പ്രസിദ്ധമാക്കരുത് എന്നവരോട് ആജ്ഞാപിച്ചു. അപ്പോൾ നമ്മുടെ കർത്താവ് ആളുകൾക്ക് നന്മ ചെയ്തത് വളരെ രഹസ്യമായിട്ടാണ്. കാരണം യേശു വന്നത് രോഗസൗഖ്യം നൽകാനല്ല.
അതുപോലെ യേശു വന്നത് കല്യാണ വീട്ടുകളിൽ ഭക്ഷണം നൽകാനല്ല. യേശു വന്നത് മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നമായ പാപത്തിന് പരിഹാരം വരുത്താൻ, മനുഷ്യന്റെ പാപശിക്ഷ ഏറ്റ് കുരിശിൽ യാഗമാകാനാണ് യേശു വന്നത്. എന്നാൽ താൻ ദൈവമാണ് എന്ന് തെളിയിക്കാൻ വേണ്ടി താൻ അപൂർവ അവസരങ്ങളിൽ അടയാളം ചെയ്തിട്ടുണ്ട്. എന്നാൽ മനുഷ്യരുടെ ആവശ്യങ്ങളിൽ, അത്യാവശ്യങ്ങളിൽ താൻ സ്നേഹമുള്ള, സഹതാപമുള്ള ദൈവമായതുകൊണ്ട് അവരെ സഹായിച്ചിട്ടുമുണ്ട്. പക്ഷേ അത് പ്രസിദ്ധമാക്കരുതെന്ന് പറഞ്ഞത് ആളുകൾ രോഗസൗഖ്യത്തിനായി തന്നെ സമീപിക്കും. അതിനല്ലല്ലോ താൻ വന്നത്. ബദ്ധന്മാരെ കുണ്ടറയിൽ നിന്നും അന്ധകാരത്തിൽ ഇരിക്കുന്നവരെ കാരാഗ്രഹത്തിൽ നിന്ന് വിടുവിക്കാനും യഹോവയായ ഞാൻ നിന്നെ നീതിയോടെ വിളിച്ചു എന്ന 7-ാം വാക്യം പറയുന്നു. പേർഷ്യൻ രാജാവായ കോരേശ് ഇസ്രയേലിന് ബാബേൽ പ്രവാസത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നൽകുകയും, അതായത് അവർക്ക് ദേവാലയമൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ ഒന്നാമത് പറയുന്നത്. എന്നാൽ അതിൻ്റെ മറ്റൊരർത്ഥം ദാവീദ് പുത്രനായ കർത്താവ് ആളുകൾക്ക് ആത്മീക സ്വാതന്ത്ര്യം നൽകുന്ന കാര്യം, കുരിശുമരണത്തിലൂടെ പാപപരിഹാരം വരുത്തി ആളുകൾക്ക്, അന്ധകാരത്തിൽ നിന്ന് ആളുകൾക്ക് വിടുതൽ നൽകുന്ന കാര്യം കൂടെയാണ്. 7-ാം വാക്യം അവസാനം ഞാൻ നിന്നെ ജാതികളുടെ പ്രകാശമാക്കുമെന്നുണ്ട്. യേശുവുമായി യോസേഫും മറിയയും ദേവാലയത്തിൽ എത്തിയപ്പോൾ വൃദ്ധനായ ശിമ്യോൻ ശിശുവായ യേശുവിനെ കയ്യിലേന്തി പറഞ്ഞത് ഈ ശിശു ജാതികളുടെ പ്രകാശമാണെന്നാണ്. യേശു യഹൂദരെ മാത്രമല്ല വിശ്വസിക്കുന്ന സകലരെയും രക്ഷിക്കാനാണ് വന്നത്. 10 മുതലുള്ള വാക്യങ്ങൾ യേശു സകലർക്കുമായി ഒരുക്കിയ രക്ഷാമാർഗം ഭൂമിയുടെ മുക്കിലും മൂലയിലും പ്രസ്താവിക്കാനുള്ള ആഹ്വാനമാണ്. എന്നാൽ 13 വാക്യങ്ങൾ തങ്ങളുടെ മിഥ്യാമൂർത്തികളിൽ ആശ്രയിച്ച് ഈ രക്ഷാമാർഗത്തെ നിരസിക്കുന്നവർക്കുള്ള ന്യായവിധിയാണ്. 16 മുതലുള്ള വാക്യങ്ങൾ ദൈവരാജ്യത്തിൽ അംഗവൈകല്യമുള്ളവർക്ക് രൂപാന്തരമുണ്ടായി അവർ ആനന്ദിക്കുകയും ആർക്കുകയും ചെയ്യുമെന്നാണ്. അതിനുവേണ്ടി യേശു കുരുടനും അതുപോലെ ചെകിടനുമായി മാറി. ഇവിടെ നമ്മൾ 18-ാം വാക്യത്തിൽ വായിച്ചത്, കുരുടൻ എൻ്റെ ദാസനല്ലാതെ കുരുടനാർ, ഞാൻ അയക്കുന്ന ദൂതനെ പോലെ ചെകിടനാർ, എൻ്റെ പ്രിയനെ പോലെ കുരുടനും യഹോവയുടെ ദാസനെ പോലെ അന്ധനുമായവൻ ആര് എന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്താവിനെ വിസ്തരിച്ചപ്പോൾ അവന് മൗനമായിരുന്നു. ഒരു കുരുടനെ പോലെയും ചെകിടനെ പോലെയും കർത്താവ് അതെല്ലാം സഹിച്ചു. കാരണം നമ്മുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി അവിടുന്ന് യാഗമാകേണ്ടത് ആവശ്യമായിരുന്നു. അപ്പോൾ നമ്മെ രക്ഷിക്കുവാൻ നമ്മുടെ കർത്താവ് വലിയ ത്യാഗം സഹിച്ചു. അത് യഹൂദനും അംഗീകരിക്കണം, അല്ലാത്ത ജാതികളും അംഗീകരിക്കണം. അംഗീകരിക്കുന്ന ആളുകൾക്ക് ദൈവരാജ്യം ദൈവം നൽകും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം അവസാനിപ്പിക്കുന്നത്. കർത്താവിനെ കൈക്കൊണ്ട് ദൈവരാജ്യത്തിനായിട്ട് ഒരുങ്ങിയിരിക്കുന്നവരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അല്ലാത്ത ആളുകൾ ഒട്ടും വൈകാതെ ഈ അടയാളങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന കാലത്ത് യേശുവിനെ സ്നേഹിക്കാൻ, കൈക്കൊള്ളാൻ, ആരാധിക്കാൻ, അനുഗമിക്കാൻ ദൈവം സംഗതി വരുത്തട്ടെ. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.